ഏവം വർണ്ണി സായമപി വിദധീത വിധിക്രമം നിരീക്ഷേത ശ്രദ്ധാന പാഠകാലേ ഗുരോർമുഖം. ഇപ്രകാരം വർണ്ണി ബ്രഹ്മചാരി സായം അഭി വൈകുന്നേരവും വിധിക്രമം വിധി അനുസരിച്ച് വിദധീത ചെയ്യണം. രാവിലെ ചെയ്യുന്ന പോലെ തന്നെ നേരത്തെ എണീറ്റ് ചെയ്ത ഈശ്വരസ്മരണവും കീർത്തനവും ധ്യാനവും സ്വാധ്യായവും ഒക്കെ വൈകുന്നേരവും ചെയ്യണം. അപ്പോൾ 2 സന്ധ്യകളിലും സാധനകൾ ചെയ്യണം ബ്രഹ്മചാരി. വെറുതെ ടൈം കളയാൻ പാടില്ല. സന്ധ്യാസമയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അനുഗ്രഹീതമായ കാലം എന്നാണ് അർത്ഥം. 2 കാലങ്ങളിൽ ചെയ്യണം. മാത്രമല്ല പാഠകാലേ പഠിക്കുന്ന സമയം ശ്രദ്ധാന ശ്രദ്ധയോടുകൂടി, ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലും ഉള്ള വിശ്വാസം, ദൃഢമായ വിശ്വാസം, ആ ശ്രദ്ധയോട് കൂടിയിട്ട് ഗുരോഹോ മുഖം, ഗുരുമുഖത്തെ നിരീക്ഷേത വീക്ഷിച്ചു കൊണ്ടേയിരിക്കണം. അപ്പൊ ഗുരുമുഖത്ത് നിന്ന് കേൾക്കുന്നത് ശ്രദ്ധയോടുകൂടിയിട്ട് ഒരു വാക്കുപോലും കളയാതെ മനസ്സിൽ സൂക്ഷിക്കണം. അങ്ങനെ ബ്രഹ്മചാരി പഠിക്കുന്നത് രാവിലെയും വൈകുന്നേരവും ഒക്കെ സാധന ചെയ്തിട്ട് എത്രയോ കാലം ഒരു സംസ്കാരം മാറുന്നത് അങ്ങനെയാണ്. ആധ്യാത്മിക ബുദ്ധി തെളിയുന്നത് അങ്ങനെയാണ്. അപ്പം നമുക്ക് ഇതൊക്കെ ഗുരു പറഞ്ഞു തരുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്കും ഒരു പരിവർത്തനം ആവശ്യമാണ്. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ ആവശ്യമാണ്.